ഇന്നലെ നവംബർ 17 1928 ഇതുപോലൊരു നവംബർ 17 സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായ് നമ്മളെ വിട്ടുപിരിഞ്ഞത്. പഞ്ചാബ് കേസരി അല്ലെങ്കിൽ ലയൺ ഓഫ് പഞ്ചാബ് എന്നറിയപ്പെട്ടിരുന്ന ലാലാ ലജ്പത് റായ് ജനിച്ചത് 1865 ജാനുവരി 28 ഇന്നത്തെ ഇന്ത്യൻ പഞ്ചാബിലാണ്. ഒരു സാധാരണ സ്കൂൾ ടീച്ചറിന്റെ മകനായി ജനിച്ച ലാലാ ലജ്പത് റായ് പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ആര്യ സമാജിന്റെയും ഒരു സജീവ പ്രവർത്തനായി മാറി. കോൺഗ്രസ്സിൽ നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു ത്രയമുണ്ട്, ലാൽ ബാൽ പാൽ ത്രയം. അതായത് കോൺഗ്രസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന, കോൺഗ്രസിനെ കുറെ കൂടെ ജനകീയമാക്കിയ ഈ ത്രയത്തിൽ ലാലാ ലജ്പത് റായിയെ കൂടാതെ ബാലഗംഗാധര തിലകനും ബിപിൻ ചന്ദ്ര പാലും ഉണ്ടായിരുന്നു. 1921 ലാലാ ലജ്പത് റായ് സ്ഥാപിച്ച ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് സെർവൻസ് ഓഫ് ദ പീപ്പിൾ സൊസൈറ്റി. പിന്നീട് വന്ദേ മാതരം, ദ പഞ്ചാബി, ദ പീപ്പിൾ എന്നീ പ്രസിദ്ധീകരണങ്ങളിൽ അതിലും അദ്ദേഹത്തിൻ്റെ മുൻകൈ ഉണ്ടായിരുന്നു. നമ്മൾ സൈമൺ കമ്മീഷനെ പറ്റി പഠിച്ചിട്ടില്ലേ? ഈ സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിക്കുന്നത് 1928 അന്ന് ലാഹോറിൽ സൈമൺ കമ്മീഷനെതിരെ സൈമൺ ഗോബാക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ശ്രീ ലാലാ ലജ്പത് റായ് ആണ്. അന്നത്തെ ബ്രിട്ടീഷ് ഓഫീസറായിരുന്ന ജെയിംസ് സ്കോട്ട് ഇവർക്കെതിരെ ഒരു ലാത്തിചാർജ് നടത്തുന്നു. അതിൽ പലരും ക്രൂരമായി മർദ്ദിക്കപ്പെടുന്നുണ്ട്. ഈ ഒരു മർദ്ദനത്തിൽ നിന്നും കരകയറാനായിട്ട് ലാലാ ലജ്പത് റായ്ക്ക് സാധിക്കുന്നില്ല. ഈ മർദ്ദനത്തിൻ്റെ ഭാഗമായിട്ടാണ് നവംബർ 17 അദ്ദേഹം നമ്മളെ വിട്ടുപിരിയുന്നത്. അതായത് ഈ ലാത്തി ചാർജാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിക്കുന്നത്. നമ്മുടെ ലാൽ ബാൽ പാൽ എന്ന് പറയുന്ന ത്രയത്തിൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്ന ഏക വ്യക്തിയും ശ്രീ ലാലാ ലജ്പത് റായ് ആണ്.